Dear learners, welcome to all. Today we are discussing the preparation of capital accounts of partners. As you know, there are two or more partners in a partnership firm, and so we need to maintain separate account for these partners. All transactions relating to partners are recorded in the books of the firm through their capital account. This includes the amount of money brought in as capital, interest on capital, partner's salary, commission, share of profit or loss, withdrawal of capital, etc. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ രണ്ടോ അതിലധികമോ പങ്കാളികൾ ഉള്ളതിനാൽ സ്ഥാപനവും പാർട്ട്ണറും തമ്മിലുള്ള ധനപരമായ ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുന്നതിനു വേണ്ടി ഓരോരുത്തർക്കും ക്യാപിറ്റൽ അക്കൗണ്ട് സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നാം രേഖപ്പെടുത്തുന്നത് ആ പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന ക്യാപിറ്റൽ, അതിന്മേൽ സ്ഥാപനം നൽകുന്ന ഇൻട്രസ്റ്റ്, പാർട്ട്നേഴ്സിന് നൽകുന്ന സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ പാർട്ട്ണർ സ്ഥാപനത്തിൽ നിന്നും വ്യക്തിപരമായ ആവശ്യത്തിന് പിൻവലിച്ച തുക, അതിന്മേലുള്ള പലിശ മുതലായ കാര്യങ്ങളാണ്. There are two methods by which capital accounts can be maintained: fixed capital method and fluctuating capital method. പാർട്ട്ണർഷിപ്പ് ഫേമിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന രണ്ട് രീതികളുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടും. The name itself indicates fixed capital means capital balance remains fixed from period to period. രണ്ട് കാലങ്ങൾക്കുള്ളിൽ ക്യാപിറ്റൽ ബാലൻസിൽ വ്യത്യാസമില്ല എങ്കിൽ അതാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് മീൻസ് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ഫ്രം പീരിയഡ് ടു പീരിയഡ്. വർഷാവർഷം ക്യാപിറ്റൽ ബാലൻസിൽ വ്യത്യാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. The difference between the two lies in whether or not the transactions other than addition or withdrawal of capital are recorded in the capital accounts of partners. So fixed capital method means capital balance remains fixed unless there is addition or withdrawal from capital. അഡീഷണലായി ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ഒരേ തുക തന്നെ ക്യാപിറ്റലിന്റെ ബാലൻസ് നിലനിൽക്കുമെങ്കിൽ അതിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മീൻസ് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ഫ്രം പീരിയഡ് ടു പീരിയഡ്. രണ്ട് കാലം, വർഷാരംഭം, വർഷാവസാനം എന്ന് വിചാരിക്കുക. ഈ രണ്ട് പീരീഡിലും ക്യാപിറ്റൽ ബാലൻസ് വ്യത്യസ്തമായ തുകയാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നും, ഈ രണ്ട് കാലത്തിലും ഒരേ തുക തന്നെ ക്യാപിറ്റൽ ബാലൻസിൽ റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കും. ക്യാപിറ്റൽ ബാലൻസ് മാറാൻ രണ്ട് സാഹചര്യങ്ങൾ കൂടി പറയുന്നു. ഒന്നെങ്കിൽ അഡീഷൻ ടു ക്യാപിറ്റൽ ഓർ വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാലാവധി മുഴുവൻ ഒരേ തുക തന്നെ നിലനിർത്തണം എന്ന് പറയുന്നില്ല. പാർട്ട്ണർ അധികമായി ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്നും തുക പിൻവലിക്കുകയോ ചെയ്താൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് തന്നെ അറിയപ്പെടും. ലെറ്റ്സ് ഡിസ്കസ് ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് by analyzing and solving a problem. Let's go through the question. On 1st January 2019, Akash and Sam entered into partnership with a capital of rupees 65,000 and 80,000 respectively. As per the deed, Akash is
entitled to get the following: monthly salary of rupees 1500, commission of rupees 5000 per year, interest on capital at the rate of 8%, equal share in profit. His share of profit for the year 2019 amounted to rupees 12,500. During the year, Akash withdrew rupees 8,000 and interest on his drawings amounted to rupees 500. On 1st December 2019, Sam introduced additional capital of rupees 30,000 and on 30th December 2019, he withdrew 10,000 from capital. No interest is to be charged on addition and withdrawal. You are required to calculate Akash's capital account as on 31st December 2019. Also ascertain Sam's capital as on the above date with the imaginary figures for salary, commission, drawings and interest on drawings. Let's analyze the question and prepare a summary of the question. On 1st January, Akash and Sam entered into partnership with the capitals of rupees 65,000 and 80,000. So, ഇവരുടെ capital Akash 65,000, Sam 80,000. As per the deed, Akash is entitled to get a monthly salary of 1,500. ആകാശിന് പ്രതിമാസം 1,500 രൂപ ശമ്പളത്തിന് അർഹതയുണ്ട്. എത്ര മാസത്തെ ശമ്പളം കൊടുക്കണം? ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലമാണ്. എത്ര മാസം? യെസ്, 12 മാസം. സോ ആകെ സാലറി 12 ഇൻറ്റു 1,500 എത്ര രൂപ? യെസ്, 18,000. സാമിൻ്റെ സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മുതലായ വിവരങ്ങൾ നമുക്ക് സ്വന്തമായി നിർണ്ണയിക്കാം എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്വയം ചെയ്യുക, ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന ഹെഡിലാണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ സാമിന് സാലറി, കമ്മീഷൻ എന്നിവ വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തന്നെ വിട്ടിരിക്കുന്നു. ദെൻ കമ്മീഷൻ ആകാശ് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റ് തന്നിരിക്കുന്നു 5,000 റുപ്പീസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് രണ്ടു പേർക്കുമുണ്ട്. ആകാശ് 65,000 രൂപയ്ക്ക് 8% നിരക്കിൽ 5,200. സാം 80,000 ആണ് ക്യാപിറ്റൽ, അതിൻ്റെ 8% 6,400. സാം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിച്ചിട്ടുണ്ട്. ഇതിന്മേൽ പലിശ ഈടാക്കേണ്ടതില്ല എന്ന് ക്വസ്റ്റ്യനകത്ത് സൂചനയുണ്ട്. ദെൻ ഡ്രോയിങ്സ്, ആകാശിൻ്റെ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നു 8,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്വസ്റ്റ്യനുള്ളിൽ പറയുന്നു 500. സാമിൻ്റെ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ക്വസ്റ്റ്യനിൽ സൂചിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് യുക്തമുള്ള എമൗണ്ട് എടുത്തിട്ട് സ്വയമേവ ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഈക്വൽ ഷെയർ ഇൻ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആകാശിന് 12,500 എന്ന് ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട്. ആകാശിന് 12,500 ആണെങ്കിൽ ഈക്വൽ ഷെയർ ആയതിനാൽ സാമിനും യെസ് 12,500 തന്നെയായിരിക്കും ഷെയർ ഓഫ് പ്രോഫിറ്റ്. ദെൻ സാം അഡീഷണൽ ക്യാപിറ്റൽ 30,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ അത് 10,000 റുപ്പീസാണ്. ഇനി ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൽ വരുന്ന ഐറ്റങ്ങൾ നോക്കുക. ഫസ്റ്റ്, ക്യാഷ് ബ്രോട്ട് ഇൻ ആസ് ക്യാപിറ്റൽ. ക്യാപിറ്റലായി ആകാശ് കൊണ്ടുവന്നത് 65,000. ഇനി ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാന മാർഗങ്ങളാണ് ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത്. ആകാശ് എന്തൊക്കെ കിട്ടാനുണ്ട്? സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ 4 ഇനത്തിലും ഇദ്ദേഹത്തിന് കിട്ടുവാനുള്ള തുകകൾ ആഡ് ചെയ്യുക. സോ ആദ്യം സാലറി. സാലറി 1,500 പെർ മന്ത്, അതാണ് ക്വസ്റ്റ്യൻ. 12 മാസം ഉള്ളതിനാൽ നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 ഇൻറ്റു 1,500 18,000.
ദെൻ കമ്മീഷൻ 5,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 65,000 ആണ് ആകാശിൻ്റെ ക്യാപിറ്റൽ. അതിന് 8% നിരക്കിൽ പലിശ. 65,000 ഇൻറ്റു 8%, 5,200. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഈക്വൽ ഷെയറിംഗ് പ്രോഫിറ്റ് ആണ്. തനത് വർഷം ഇദ്ദേഹത്തിന് 12,500 ലാഭവിഹിതമുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ 12,500. ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റങ്ങളാണ് ലിസ്റ്റ് ചെയ്തത്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 65,000, സാലറി ടു ആകാശ് 18,000, കമ്മീഷൻ 5,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,200, ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500. ഇനി ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങൾ നോക്കുക. ഡ്രോയിങ്സ്, എമൗണ്ട് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്, അത് 8,000 rupees. ഈ ഡ്രോയിങ്സിന്മേൽ സ്ഥാപനം ഈടാക്കിയ പലിശ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, അത് 500 rupees. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങളാണ്. അതുകൊണ്ടാണ് അത് ലെസ് എന്ന ഹെഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ടോട്ടൽ നോക്കുക. ടോട്ടൽ ഡിഡക്റ്റ് ചെയ്യേണ്ടത് 8,500-ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,05,700-ഉമാണ്. ക്ലോസിംഗ് ബാലൻസ് നോക്കുക. 1,05,700-ൽ നിന്നും 8,500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 97,200 എന്ന് കിട്ടും. ആകെ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 1,05,700 രൂപയുണ്ടായിരുന്നു. അതിൽ നിന്നും ഇദ്ദേഹം പിൻവലിച്ച 8,000 rupees-ഉം അതിന്മേൽ സ്ഥാപനം ഈടാക്കിയ പലിശ 500-ഉം കൂടി ലെസ് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 97,200. ഇതാണ് ആകാശിൻ്റെ ക്യാപിറ്റൽ ആസ് ഓൺ 31st December 2019 എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ പറ്റുമോ? ഇല്ല. വി നീഡ് ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഷോ ദ ട്രാൻസാക്ഷൻ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി ആ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ പറയുന്ന ഇനങ്ങൾ എങ്ങനെ നാം പോസ്റ്റ് ചെയ്യുന്നു, ഇതാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ടിനെ ബാധിക്കുന്ന ഐറ്റങ്ങൾ ഏവയാണ്, അതിൻ്റെ നിയമം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ട് റൂൾ എന്താ? ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ, യെസ്, ക്രെഡിറ്റ്. ദെൻ ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ, യെസ്, ഡെബിറ്റ്. സോ ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ട് റൂള്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഓർ ഐറ്റം ദാറ്റ് ലീഡ് ടു എ റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എന്നാണ്. ഇദ്ദേഹം ആദ്യം 65,000 രൂപ ഫേമിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാഷായി 65,000 രൂപ കൊണ്ടുവന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇപ്പോൾ 65,000 രൂപയായി. ഈ വർഷം ഇദ്ദേഹത്തിന് 18,000 നമ്മൾ സാലറി കൊടുക്കുന്നു. സാലറി 18,000 കൊടുക്കുമ്പോൾ ആ സാലറി നമ്മൾ ക്യാഷായിട്ടല്ല ഇദ്ദേഹത്തിന് കൊടുത്തു വിട്ടെ. ഇദ്ദേഹത്തിന് അർഹതപ്പെട്ട സാലറി ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരവ് വെച്ചു, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തു, ക്യാപിറ്റലിനോടൊപ്പം കൂട്ടി. ഇപ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായി? 83,000 ആയി. ഇനി ആകാശിന് 5,000 rupees കമ്മീഷൻ ലഭിക്കുന്നു. ആ കമ്മീഷനും ആകാശിൻ്റെ ക്യാപിറ്റലിനോടൊപ്പമാണ് ചേർത്തത്. ഇപ്പോൾ ആകാശിൻ്റെ ക്യാപിറ്റൽ 88,000 ആയി. ഇനി ആകാശിൻ്റെ ക്യാപിറ്റലിന്മേൽ നമ്മൾ പലിശ അനുവദിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നപ്പോൾ 5,200 രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ 5,200 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി ചേർന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ 93,200 ആയി. ദെൻ
ഈ വർഷത്തെ ലാഭവിഹിതമുണ്ട്. ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500. ലാഭവിഹിതം കൂടി ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇപ്പോൾ ആകാശിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,05,700 ആണ്. 65,000 രൂപ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഫേമിലേക്ക് പ്രവേശിച്ച ആകാശ് ഒരു വർഷത്തിന് ശേഷം 1,05,700 രൂപയുടെ ക്യാപിറ്റലിന് അർഹനായി. അത് വന്നതെങ്ങനെയാണ്? 18,000 രൂപ സാലറി ആകാശിൻ്റെ ക്യാപിറ്റലിലേക്ക് മെർജ് ചെയ്തു, ക്യാപിറ്റലിനോടൊപ്പം ആഡ് ചെയ്തു. 5,000 രൂപ കമ്മീഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരവ് വച്ചു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,200 രൂപയും ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500 ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തത്. ഇവയൊന്നും ക്യാഷായി ആകാശിന് നമ്മൾ നേരിട്ട് കൊടുത്തിട്ടില്ല. പകരം ഈ തുകകളെല്ലാം ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേർത്തു വെച്ചു ക്രെഡിറ്റ് ചെയ്തു. സോ ഇപ്പോൾ ആകാശിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ 1,05,700 ആയി. ഇതിൽ നിന്നും ആകാശ് പിൻവലിച്ച തുകയുണ്ട് ഡ്രോയിങ്സ്. 8,000 റുപ്പീസ് ആകാശ് സ്ഥാപനത്തിൽ നിന്നും പിൻവലിച്ചു. 1,05,700 ഉള്ള സമയത്താണ് 8,000 റുപ്പീസ് ഇദ്ദേഹം പിൻവലിച്ചത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബാലൻസ് എത്രയായി? 97,700 ആയി. ഇങ്ങനെ ഇദ്ദേഹം പിൻവലിച്ച 8,000 റുപ്പീസിന്മേൽ സ്ഥാപനം ഇദ്ദേഹത്തിൽ നിന്നും ഇൻട്രസ്റ്റ് ഈടാക്കി. എത്ര രൂപ ഇൻട്രസ്റ്റ് ഈടാക്കി? 500 റുപ്പീസ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. ഇങ്ങനെ 500 രൂപ ഇൻട്രസ്റ്റ് ഈടാക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 500 രൂപ കൂടി കുറഞ്ഞ് 97,200 എന്ന ഫിഗറിലെത്തി. സോ ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റങ്ങളെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റങ്ങൾ ഏവ? യെസ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇനി ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങൾ അത് ഡെബിറ്റ് ചെയ്യുക. ഏവ? ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. ഇനി ഷെയർ ഓഫ് ലോസ് ആണ് ഉള്ളതെങ്കിൽ അതും ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ഇനി ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ആകാശ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. സോ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 65,000. 1/1/2019 ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക ബൈ ക്യാഷ് 65,000. ഇനി ഇദ്ദേഹത്തിന് സാലറി അനുവദിക്കുന്നു. സാലറി അനുവദിക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ക്രെഡിറ്റ് ചെയ്യണം. കാരണം അത് ഇൻക്രീസ് ഇൻ ക്യാപിറ്റലാണ്. ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റമാണ് പാർട്ട്നേഴ്സ് സാലറി. സോ ക്രെഡിറ്റ് ചെയ്തു 18,000. ദെൻ നെക്സ്റ്റ് ഐറ്റം കമ്മീഷൻ. കമ്മീഷൻ നൽകുമ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? യെസ്, കൂടും. ആയതിനാൽ കമ്മീഷൻ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക 5,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അനുവദിക്കുമ്പോൾ ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? യെസ്, ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക 65,000 ഇൻറ്റു 8%, 5,200. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ലാഭവിഹിതം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? യെസ്, കൂടും. ആയതിനാൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500. ദെൻ നെക്സ്റ്റ് ഐറ്റം ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് വരുമ്പോൾ
ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? യെസ്, കുറയും. ഡിക്രീസിങ് ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? യെസ്, ഡെബിറ്റ് ചെയ്യുക. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 ഡ്രോയിങ്സ് 8,000. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടുമോ കുറയുമോ? കുറയും. സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക 500. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു 65,000. ഇനി ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഐറ്റങ്ങൾ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇവ 4ഉം ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇവ 2ഉം ഡെബിറ്റ് ചെയ്യുക. എല്ലാ ഐറ്റങ്ങളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് തുക അധികമുള്ളത്. അതിനാൽ ക്രെഡിറ്റ് സൈഡിലെ തുകകൾ ആഡ് ചെയ്യുക. 3D. യെസ്, 1,05,700. ഈ തുക ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ എമൗണ്ട് ആയി കാണിക്കുക. 1,05,700. ഡെബിറ്റ് സൈഡിൽ ഇപ്പോൾ നമ്മൾ 2 തുകയെ എഴുതിയിട്ടുള്ളൂ, ഒരു 8,000ഉം ഒരു 500ഉം. ടോട്ടൽ എമൗണ്ടായി 1,05,700 ഉണ്ട്. സോ ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. സോ ബാലൻസ് C/D, ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് എഴുതുക. അതിൻ്റെ ഡിഫറൻസ് കണ്ടെത്തുക. ഡിഫറൻസ് എത്ര കിട്ടി? യെസ്, 97,200. ഈ തുകയാണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. സോ ക്യാപിറ്റലിന് സാധാരണഗതിയിൽ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. സോ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 97,200. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരിക്കൽ കൂടി നോക്കുക. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 65,000, ബൈ സാലറി 18,000, കമ്മീഷൻ 5,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,200, ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500. ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇവ 2ഉം ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് 97,200 ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന ഹെഡിൽ എഴുതുക. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു നോക്കുക. ഓപ്പണിംഗ് ഡേറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എത്ര രൂപ? യെസ്, 65,000. ക്ലോസിംഗ് ഡേറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എത്രയായി? 97,200. ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലും വ്യത്യസ്തമായ ഫിഗറാണ് ക്യാപിറ്റൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓപ്പണിങ്ങിൽ 65,000ഉം ക്ലോസിങ്ങിൽ 97,200 രൂപയും. ഇങ്ങനെ വ്യത്യസ്തമായ ഫിഗർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നതിനാൽ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് അറിയപ്പെടുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എന്നർത്ഥം. ക്യാപിറ്റൽ ബാലൻസിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ഓപ്പണിംഗ് ഡേറ്റിൽ 65,000ഉം ക്ലോസിംഗ് ഡേറ്റിൽ 97,200ഉമാണ് ക്യാപിറ്റലിൻ്റെ ബാലൻസ്. ഇങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് മാറാൻ കാരണം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിക്കുകയോ ചെയ്തത് കൊണ്ടല്ല. ഇത് 2ഉം ഇവിടെ സംഭവിച്ചിട്ടില്ല. സോ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിക്കുകയോ ചെയ്യാതെ തന്നെ ക്യാപിറ്റൽ ബാലൻസ് മാറ്റം വന്നിട്ടുണ്ട്. ആയതിനാൽ ഈ മെത്തേഡിനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ബാലൻസ് മാറിയത്? യെസ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ പാർട്ട്ണർക്ക് ലഭിക്കാനുള്ള എല്ലാ തുകകളും, പാർട്ട്ണർ പിൻവലിച്ച തുകകളും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തു. സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് മുതലായ ഐറ്റങ്ങളെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുത്തതുകൊണ്ടാണ് ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലും വ്യത്യസ്തമായ ഫിഗറുകൾ കാണിക്കുന്നത്. ഇങ്ങനെ ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലും വ്യത്യസ്തമായ ഫിഗറുകൾ കാണിക്കുന്നതിനാൽ ഈ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഇനി ഡു ഇറ്റ് യുവർ സെൽഫ്. സാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ സ്വയമേവ ചെയ്യുക. അതിൽ കുറച്ച് ഫിഗറുകൾ
ക്വസ്റ്റ്യനിൽ നിന്നും തന്നിട്ടുണ്ട്. ക്യാഷ് ഓപ്പണിംഗ് ക്യാപിറ്റൽ 80,000 രൂപ. സാം അഡീഷണൽ ക്യാപിറ്റൽ 30,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ക്രെഡിറ്റ് ചെയ്തു. സാമിൻ്റെ സാലറി, കമ്മീഷൻ ഇവ ക്വസ്റ്റ്യനിൽ സൂചനയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അവിടെ എൻ്റർ ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ടുപേർക്കും 8%, അതുകൊണ്ടാണ് സാമിന് 80,000-ന് 8% 6,400 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതിന് പലിശ നൽകേണ്ടതില്ല എന്ന് ക്വസ്റ്റ്യനിൽ സൂചനയുണ്ട്. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500 ആണ്. ഇതെങ്ങനെയാണ് 12,500 കിട്ടിയേ? ആകാശും സാമും ഈക്വൽ പാർട്ട്നേഴ്സാണ്. ആകാശിന് 12,500 ലാഭവിഹിതമുണ്ടെങ്കിൽ തീർച്ചയായും സാമിൻ്റെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500 തന്നെ. ദെൻ വിഡ്രോവൽ ഔട്ട് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 10,000 രൂപ. അത് ക്യാപിറ്റൽ കുറയ്ക്കുന്ന ഐറ്റമാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ഡെബിറ്റ് ചെയ്തു. ഓർഡിനറി ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ക്വസ്റ്റ്യനകത്തില്ല, അവിടെ നിങ്ങൾക്ക് ഉചിതമായ തുക എഴുതാം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ചില വർഷങ്ങളിൽ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് ഇമാജിനറി ഫിഗേഴ്സ് എന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ പൂർത്തീകരിക്കാതെ തന്നെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഗറുകൾ സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നീ ഇനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ട് ഈ ക്യാപിറ്റൽ ബാലൻസ് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡിൽ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റിൽ ക്യാഷ് ബ്രോട്ട് ഇൻ 65,000 രൂപ. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 65,000. ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുപോലെ തന്നെ ക്യാപിറ്റലിൽ നിന്നും ഇദ്ദേഹം തുക പിൻവലിച്ചിട്ടുമില്ല. എങ്കിൽ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വേറെ പോസ്റ്റിംഗ് ഒന്നുമില്ല, അതാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് കണ്ടെത്തുക. ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ തുകയുള്ളൂ 65,000. ആ 65,000 റുപ്പീസ് തന്നെ ഡെബിറ്റ് സൈഡിൽ ടോട്ടലായിട്ട് എഴുതുക. ബാലൻസും ഇതേ തുക തന്നെ 65,000. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ 65,000. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഒഴികെ മറ്റ് ഐറ്റങ്ങളൊന്നും നമ്മൾ രേഖപ്പെടുത്തി വച്ചിട്ടില്ല. ഇനി സാമിൻ്റെ ക്യാപിറ്റൽ നോക്കുക. സാം ഓപ്പണിംഗ് ഡേറ്റിൽ 80,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് 80,000. ദെൻ ഡിസംബർ 1-ാം തീയതി അഡീഷണൽ ക്യാപിറ്റൽ 30,000 രൂപ കൊണ്ടുവരുന്നു. അഡീഷണൽ ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നുള്ള എൻട്രി, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ് 30,000. അതേപോലെ ഡിസംബർ 30-ന് അദ്ദേഹം ക്യാപിറ്റലിൽ നിന്നും 10,000 രൂപ പിൻവലിക്കുന്നു. വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ആണ്. വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ആകുമ്പോൾ ക്യാപിറ്റൽ ബാലൻസ് കുറയുന്നു. സോ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം ടു ക്യാഷ് 10,000. സാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൊണ്ടുവന്നത് 80,000 ക്രെഡിറ്റ് ചെയ്തു. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 30,000, അതും ക്രെഡിറ്റ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ 10,000 റുപ്പീസ്. ദെൻ ക്രെഡിറ്റ് സൈഡിലാണ് തുക അധികമുള്ളത്, ക്രെഡിറ്റ് സൈഡിലെ തുക ടോട്ടൽ ചെയ്യുക. ദെൻ ബാലൻസ് കാണുക. 1,00,000 രൂപയാണ് സാമിൻ്റെ ക്യാപിറ്റൽ ബാലൻസ്. എങ്ങനെ വന്നു? ഓപ്പണിംഗ് ക്യാപിറ്റൽ 80,000, അഡീഷണൽ ക്യാപിറ്റൽ 30,000, 80,000 പ്ലസ് 30,000 1,10,000. ക്യാപിറ്റലിൽ നിന്നും 10,000 രൂപ പിൻവലിച്ചു. സോ ബാലൻസ് 1,00,000 റുപ്പീസ്. ആ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക 1,00,000. ആകാശിൻ്റെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ഡേറ്റിൽ 65,000 ആവളെ. ക്ലോസിംഗ് ഡേറ്റിലും ആകാശിൻ്റെ ക്യാപിറ്റൽ 65,000 റുപ്പീസ് തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ക്യാപിറ്റൽ ബാലൻസ് 2 ഡേറ്റുകളിൽ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ഓഫ് പീരീഡും എൻഡ് ഓഫ് പീരീഡും ഒരേ തുക തന്നെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിനാണ് നമ്മൾ
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് ഫിക്സ്ഡ്. ഓപ്പണിംഗ് ഡേറ്റിൽ 65,000, ക്ലോസിംഗ് ഡേറ്റിലും 65,000 തന്നെ. ദെൻ സാമിന്റെ ക്യാപിറ്റൽ നോക്കുക. ഓപ്പണിംഗ് ഡേറ്റിൽ 80,000ഉം ക്ലോസിംഗ് ഡേറ്റിൽ 1 lakhുമാണ്. ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്യാൻ കാരണം എന്താ? യെസ്, ഇദ്ദേഹം 30,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അതുപോലെ 10,000 രൂപ ക്യാപിറ്റലിൽ നിന്നും പിൻവലിച്ചു. ഈ 2 ഐറ്റങ്ങൾ മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ അധികമായി രേഖപ്പെടുത്തുന്നുള്ളൂ. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിക്കുകയോ ചെയ്യുന്നതൊഴികെ മറ്റിടപാടുകൾ ഒന്നും ക്യാപിറ്റൽ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നില്ല. ഇവിടെ ഇനി മുതൽ ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ 1 ലക്ഷം എന്ന നിലയിൽ തുടരും. ആയതിനാൽ ഇത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെ. സോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് കോൺസ്റ്റന്റ് unless there is introduction of additional capital or withdrawal from capital. ഫസ്റ്റ് കേസിൽ ആകാശിന്റെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ഡേറ്റിലും ക്ലോസിംഗ് ഡേറ്റിലും ഒരേ ഫിഗർ തന്നെ, 65,000 തന്നെ. അവിടെ ക്യാപിറ്റൽ ബാലൻസിൽ മാറ്റമില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ട് അതിനെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിച്ചു. സാമിന്റെ കേസിൽ അഡീഷണൽ ക്യാപിറ്റൽ വന്നു, വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തത്. ആയതിനാൽ ഇതിനെയും നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാതെ ഓരോ പാർട്ട്ണർക്കും കറന്റ് അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യും. കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള വരുമാന മാർഗങ്ങളും ഇദ്ദേഹം പിൻവലിച്ച തുകയും അതിന്മേൽ സ്ഥാപനം ഈടാക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് ലോസ് ഇവയെല്ലാം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരക്കൗണ്ടിനാണ് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതും ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് തയ്യാറാക്കുന്നത്. പക്ഷെ അത് കറന്റ് അക്കൗണ്ട് ആണ്. അതിന്മേലാണ് പാർട്ട്ണറുടെ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് മുതലായ ഐറ്റങ്ങൾ ക്രെഡിറ്റ് ചെയ്യുകയും ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ് എന്നിവ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. നോക്കാം. ഇവിടെ ആകാശിന്റെ കറന്റ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആകാശിന് 1,500 രൂപ വീതം 12 മാസത്തേക്കുള്ള ശമ്പളം. സോ സാലറി വരുമ്പോൾ ആകാശിന്റെ കറന്റ് അക്കൗണ്ടിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. കറന്റ് അക്കൗണ്ടിൽ ബൈ സാലറി 18,000. ദെൻ കമ്മീഷൻ എത്ര? യെസ്, 5,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 65,000 ആണ് ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ. അതിന് 8%, 5,200. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് 12,500. ഇത്രയും ഐറ്റങ്ങളാണ് ആകാശിന് ലഭിക്കുവാനുള്ള തുകകൾ. സ്ഥാപനത്തിൽ നിന്നും ആകാശിന് ലഭിക്കുവാനുള്ള അർഹതപ്പെട്ട തുകകൾ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഇനി ഇദ്ദേഹം പിൻവലിച്ച തുക കറന്റ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്. സോ കറന്റ് അക്കൗണ്ടിൽ ടു ഡ്രോയിങ്സ് 8,000. ആ ഡ്രോയിങ്സിന്മേൽ സ്ഥാപനം ഈടാക്കിയ ഇൻട്രസ്റ്റ്, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്, 500. ദെൻ കറന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക 32,200 കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കിട്ടി. ഒരിക്കൽ കൂടി നോക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ട്ണർക്കും ക്യാപിറ്റൽ അക്കൗണ്ട് കൂടാതെ കറന്റ് അക്കൗണ്ട് കൂടി തയ്യാറാക്കണം. ആ കറന്റ് അക്കൗണ്ടിലാണ് പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുവാനുള്ള തുകകൾ, അതേവ സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഇത്രയും ഐറ്റങ്ങൾ ക്രെഡിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇനി ഷെയർ ഓഫ് ലോസ് ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കണ്ടെത്തുക. ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുക. ഇവിടെ കറന്റ് അക്കൗണ്ടിന് എന്ത് ബാലൻസാണ് ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇൻകം ആണ് അധികം. സോ ക്രെഡിറ്റ് ബാലൻസ് ആണ് കറന്റ് അക്കൗണ്ടിന് ഉള്ളത്. ഈ ക്രെഡിറ്റ് ബാലൻസ് പാർട്ട്ണർക്ക് ലഭിക്കുവാനുള്ള തുകയാണ്. ആയതിനാൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ആകാശ് കറന്റ് അക്കൗണ്ട് എന്ന ഹെഡിൽ തന്നെ എഴുതും. സോ ആകാശിന് 2 അക്കൗണ്ടുകൾ ഉണ്ടാവും.
ആകാശിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അത് ഫിക്സഡ് ക്യാപിറ്റലാണ് 65,000ഉം ആകാശിൻ്റെ കറണ്ട് അക്കൗണ്ട് അതിനും ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്, അതും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കുക. അപ്പോൾ ഈ മെത്തേഡിനെയാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ പ്രത്യേകതയുള്ളത്? ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് ഫിക്സ്ഡ്. ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ ബാലൻസ് ഓപ്പണിംഗ് ഡേറ്റിലുള്ള അതേ തുക തന്നെ ക്ലോസിംഗ് ഡേറ്റിലും വർഷങ്ങളോളം തുടരാം. കണ്ടീഷൻ എന്താ? അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ക്യാപിറ്റലിൽ നിന്ന് തുക പിൻവലിക്കുകയോ ചെയ്യരുത്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ബാലൻസ് മാറും. കാരണം ഈ രണ്ട് ഐറ്റവും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തും. സോ ക്യാപിറ്റലിന്റെ ബാലൻസ് മാറും. എങ്കിലും ആ മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് തന്നെയാണ്. പാർട്ണർക്ക് അർഹതപ്പെട്ട സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നീ ഐറ്റങ്ങൾ കറന്റ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. പാർട്ണർ ഫേമിൽ നിന്ന് പിൻവലിക്കുന്ന ഓർഡിനറി ഡ്രോയിങ്സ്, അതിന്മേലുള്ള ഇൻട്രസ്റ്റ് ഇവ കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ കറന്റ് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസ് അധികമായി ആൾ തുക പിൻവലിച്ചാൽ ഡെബിറ്റ് ബാലൻസ് ആവാം. വരുമാനമാണ് അധികമെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആവാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. കറന്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് എടുക്കുന്നത്. കറന്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഇനി സാമിൻ്റെ കറന്റ് അക്കൗണ്ട് അത് ഡു ഇറ്റ് യുവർ സെൽഫ് ആണ്, നിങ്ങൾ സ്വയമേവ ചെയ്യുക. നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന സാലറി, കമ്മീഷൻ മുതലായ ഐറ്റങ്ങളുണ്ട്, അവയെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് കറന്റ് അക്കൗണ്ട് തയ്യാറാക്കുക. ആ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കണ്ടെത്തുക. Then let's see the difference between fixed and fluctuating capital method. കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിലൂടെ പോയപ്പോൾ നമുക്ക് വ്യക്തമായ പോയിന്റുകൾ, അറിവുകൾ മാത്രമാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് ഫിക്സ്ഡ് ഓർ കോൺസ്റ്റന്റ് unless there is introduction of additional capital or withdrawal from capital. പക്ഷെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലോ ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ചസ് ഫ്രം പീരീഡ് ടു പീരീഡ്. വർഷാരംഭത്തിലും വർഷാവസാനവും വ്യത്യസ്തമായ തുകകളാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കുന്നത്. ഇനി നമ്പർ ഓഫ് അക്കൗണ്ട്സ് നോക്കുക. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ണർക്കും എത്ര അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു? യെസ്, 2 അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൺലി 1 അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് ഒരു പാർട്ണർക്ക് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓരോ പാർട്ണർക്കും ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും തയ്യാറാക്കണം. ദെൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ കറന്റ് അക്കൗണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഓർഡിനറി ഡ്രോയിങ്സ്, അതിന്മേലുള്ള ഇൻട്രസ്റ്റ്, ഇവയെല്ലാം നടത്തിയത് കറന്റ് അക്കൗണ്ടിലാണ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഇറ്റ് സെൽഫ്. ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ആ അക്കൗണ്ടിൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നടത്തുന്നത്. ദെൻ ലാസ്റ്റ് നോക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് എ ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്നാൽ കറന്റ് അക്കൗണ്ടിന് ഡെബിറ്റോ ക്രെഡിറ്റോ ബാലൻസ് ആവാം. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ എഴുതും. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മേ സംടൈംസ് ഷോ എ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. സാധാരണഗതിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ നമുക്ക് ലഭിക്കാനുള്ളതിനേക്കാൾ അധികം തുക നമ്മൾ പലപ്പോഴായി പിൻവലിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഡെബിറ്റ് ബാലൻസും കാണിച്ചേക്കാം. ദെൻ ഓർഡിനറി ഡ്രോയിങ്സും ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റലും എന്താണ് എന്ന് ഒരിക്കൽ കൂടി നോക്കുക. The amount withdrawn by the partner to reduce his capital as per agreement is termed as drawings out of capital or withdrawal from capital. പാർട്ട്നേഴ്സ് തമ്മിലുള്ള പരസ്പര ധാരണ പ്രകാരം ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അല്ലെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ നിശ്ചിത ലെവലിലേക്ക് താഴ്ത്തുക എന്ന ഉദ്ദേശത്തിൽ
അവർ ക്യാപിറ്റലിൽ നിന്നും തുക പിൻവലിച്ചാൽ അതാണ് ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബട്ട് ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഇൻകം സച്ച് as സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സെട്ര ആർ ടേംഡ് ആസ് ഓർഡിനറി ഡ്രോയിങ്സ്. ഒരു പാർട്ട്ണർക്ക് സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള വരുമാന മാർഗങ്ങളുടെ പ്രതീക്ഷയിൽ ഇദ്ദേഹം സ്ഥാപനത്തിൽ നിന്നും വ്യക്തിപരമായ ആവശ്യത്തിന് പണം പിൻവലിച്ചാൽ അതാണ് ഓർഡിനറി ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർഡിനറി ഡ്രോയിങ്സ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ കറന്റ് അക്കൗണ്ട് ബട്ട് വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഈസ് ടേക്കൺ ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓർഡിനറി ഡ്രോയിങ്സ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ കറന്റ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. എന്നാൽ ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് സൂചനയുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എടുക്കേണ്ടത്. ദെൻ ദ ബാലൻസ് എമൗണ്ട് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ദ ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറന്റ് അക്കൗണ്ട് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ടുകൾ വീതം തയ്യാറാക്കുന്നു. ഏതൊക്കെ? ക്യാപിറ്റൽ അക്കൗണ്ടും കറന്റ് അക്കൗണ്ടും. ഈ 2 അക്കൗണ്ടിൻ്റെയും കൂടെ തുക ആഡ് ചെയ്താൽ എന്ത് കിട്ടുമോ അത് തന്നെയായിരിക്കും ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുക. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ആകാശിൻ്റെ ക്യാപിറ്റൽ 97,200 ആണ്. എന്നാൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ആകാശിൻ്റെ ക്യാപിറ്റൽ 65,000ഉം അദ്ദേഹത്തിൻ്റെ കറന്റ് അക്കൗണ്ട് ബാലൻസ് 32,200ഉമാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 65,000 പ്ലസ് 32,200 എത്ര തന്നെ കിട്ടും? 97,200. അപ്പം നമ്മൾ 2 അക്കൗണ്ട് തയ്യാറാക്കി എന്നതുകൊണ്ട് പാർട്ട്ണർക്ക് ലഭിക്കുവാനുള്ള തുകയിൽ വ്യത്യാസമൊന്നുമില്ല. അത് 2 ഹെഡിലേക്ക് പോകുന്നുവെന്ന് മാത്രം. ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻസ് ഫിക്സ്ഡ് ബട്ട് കറന്റ് അക്കൗണ്ട് ബാലൻസ് ചേഞ്ച്. ദെൻ ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന ഹെഡിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 മെത്തേഡിലും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. താങ്ക്സ്.